തൃഷയുടെ ജാതകത്തിൽ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു വിധിയുണ്ട്. ഈ വിധി അനുസരിച്ചാണ് ഇങ്ങനെ വന്നത്. ഈ മനുഷ്യൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ എന്ത് ചെയ്യണം എന്ന് വെച്ച് ഒരു മനുഷ്യനെ ഉണ്ടാക്കി, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ബഹുമാനം പോയി ചേരുന്നത് ആര് വരുമ്പോൾ നമ്മൾ ജയിക്കും, മറ്റൊരാളുടെ വിധി കൊണ്ട് നമ്മൾ ജയിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പം തൃശ ഒരു ജ്യോത്സ്യനെ കൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് അയാൾ നമുക്ക് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വിജയുടെ ഭരണം എങ്ങനെയായിരിക്കും, ഭരണം പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളതെക്കുറിച്ചാണ് അവരുടെ ജാതകം നമ്മൾ നോക്കാൻ പോവുകയാണ്. അവരുടെ ജാതകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വിജയ്ക്ക് രാഷ്ട്രീയം ഇല്ല, രാഷ്ട്രീയ വിധി ഇല്ലെന്ന് ഞാൻ നേരത്തെ മുതൽ പറയുകയാണ്. ശരി, ഇപ്പം ഞാൻ മാറ്റി പറയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ മാറ്റി പറയുന്നില്ല. കാരണം വിജയുടെ ജാതകത്തിൽ രാഷ്ട്രീയം ഇല്ല എന്നാണ് പറയുന്നത്. രാഷ്ട്രീയം ഇരിക്കണമെങ്കിൽ മേടരാശി, ചിങ്ങരാശി, ധനുരാശി 3 രാശിയിലും വിജയല്ല മറ്റാർക്കെങ്കിലും ഒരു ഗ്രഹം വേണം. ഒരു ഗ്രഹം ഇല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ വിധി ഇല്ല. പക്ഷെ അത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ രാഷ്ട്രീയത്തിൽ വരും, ഒരുപാട് ചെലവ് ചെയ്യും, എന്നിട്ടും അവർക്ക് അധികാരം പിടിക്കാൻ പറ്റത്തില്ല. ഇതൊരു വിധിയാണ്. പക്ഷെ അപ്പോൾ എങ്ങനെ ജയിച്ചു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഉപജയസ്ഥാനം എന്നൊരു സ്ഥാനമുണ്ട്. ഉപജയസ്ഥാനം. ഈ ഉപജയസ്ഥാനം എന്ന് പറയുമ്പോൾ 3, 6, 10, 11. ഈ 3, 6, 10, 11 വിജയ്ക്ക് 11ാമത്തെ വീട്ടിൽ ഗ്രഹമുണ്ട്. അതായത് അവർക്ക് കർക്കടക രാശി 11ാമത്തെ രാശിയിൽ വരുമ്പം ലഗ്നം അതാണ്. 11 ശുക്രനുണ്ട് ഇടവരാശിയിൽ. അപ്പം അവരുടെ ജാതകത്തിൽ 2ാമത് ഒരു പെണ്ണ് ജീവിതത്തിൽ വരും. അവരുടെ സംഗീതയുടെ ജാതകത്തിലും ഇതില്ല, രാഷ്ട്രീയമില്ല. ഈ 3 രാശിയിലും ഗ്രഹമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് 2013 മുതൽ ഇവർക്ക് ശുക്രദിശയാണ്. ഈ ശുക്രദിശയിൽ ഒരു പെണ്ണ് വരും, ജീവിതത്തിൽ വരും. അപ്പോൾ വരുമ്പം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് രാഷ്ട്രീയം കുറിച്ചുള്ള ഒരു വിധി ഉണ്ട്. ആർക്കുണ്ടെന്ന് വെച്ചാൽ ഉപജയസ്ഥാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആര് വരുമ്പോൾ നമ്മൾ ജയിക്കും, മറ്റൊരാളുടെ വിധി കൊണ്ട് നമ്മൾ ജയിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പം തൃശക്കുണ്ട് തലയിൽ കിരീടം വെക്കാനുള്ള ഒരു ജാതകം. അതായത് മേടത്തിൽ ചൊവ്വയും സൂര്യനും ഉണ്ട്. ഇവരുടെ രാശി ഏതാന്ന് വെച്ചാൽ മകരരാശിയാണ്. ഇപ്പം ഇവർ മുഖാന്തരമാണ്, ഇവർ കാരണമാണ് വിജയ് ജയിച്ചത് വന്നത്. പക്ഷേ വിജയ് ജയിച്ചു വന്നാലും 2ാമത് പ്രശ്നമാണ്. ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ജാതക ഘട്ടത്തിൽ വിനായകരുടെ പടം അവിടെ ഉണ്ട്, ചിത്രം, വിനായകരുടെ ചിത്രം അവിടെ ഉണ്ട്. ഇത് എന്തുകൊണ്ട് വച്ചിരിക്കുന്നെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഒരു പാതാള ലോകത്തിലുള്ള രാജാവ് എലി രാജാവാണ്. ഈ രാജാവ് കല്യാണം കഴിച്ച് അവൻ ആദ്യത്തെ രാത്രിയിൽ ആ പെണ്ണോട് അവൻ ഇരിക്കുമ്പം അത് ആദ്യ രാത്രി കഴിയുമ്പോൾ അവൻ മരിച്ചു പോകുന്ന വിധി. അപ്പം ഈ വിധി അറിഞ്ഞിട്ട് ഈ എലി രാജാവ് ശുക്രാചാര്യരോടൊന്ന് ചോദിക്കും, എനിക്ക് ഇങ്ങനെ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് എനിക്ക് മാറ്റണമെന്ന് പറയുമ്പം ഞാൻ എങ്ങനെ ഇത് മാറ്റും എന്ന് ചോദിക്കുമ്പം എലി രാജാവിനോട് ശുക്രാചാര്യർ പറയും, നീ ദീർഘസുമംഗലിയായ ഒരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചാൽ ഇത് നിനക്ക് സംഭവിക്കത്തില്ലെന്ന് പറയും. അത് എങ്ങനെ സാധിക്കും എന്ന് പറയുമ്പോൾ ഒരുപാട് പെണ്ണിനെ നോക്കിയിട്ട് ആ യോഗമില്ല. പക്ഷെ ഒരു വരം ഒരു പെണ്ണ് ഭഗവതി കൊടുക്കുന്നുണ്ട്, ദീർഘസുമംഗലി വരം കൊടുക്കുന്നുണ്ട്. ഈ വനത്തിലാണ് ആ അമ്പലം ഇരിക്കുന്നത്. ആ അമ്പലത്തിൽ ഈ പെണ്ണ് അവിടെ കുറേ നാളായിട്ട് ഈ വരം വാങ്ങാൻ വേണ്ടിയിരിക്കുകയാണ്. ഭഗവതി വരാനുള്ള സമയമായി. നീ അവിടെ ചെന്ന് ആ പെണ്ണിനെ നീ അത് അമ്പലത്തിൽ നിന്ന് പുറത്ത് വരുമ്പം നീ ആ പെണ്ണിൻ്റെ മുമ്പിൽ നിൽക്കണം. ആ പെണ്ണ് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് അവൾ വരം വാങ്ങും, വരം അങ്ങനെ കൊടുക്കത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എലി രാജാവ് അവിടെ പോവും ആ അമ്പലത്തിൽ. ആ പെണ്ണ് വരം വാങ്ങിച്ച് വെളി വരുമ്പം ഇവനെ കാണും. ഇവൻ്റെ മുഖം എലീനെ പോലെ ഇരിക്കും, ശരീരം മനുഷ്യരെ പോലെ ഇരിക്കും. അപ്പം അവൾ പേടിക്കും. എന്നിട്ടും വരം കിട്ടിയതല്ലോ എന്ന് അവൾ കല്യാണം കഴിച്ച്
ഇങ്ങനെ അവർക്ക് ആദ്യ രാത്രി കഴിയുമ്പം യമൻ വരും അവനെ കൊല്ലാൻ വേണ്ടി. യമൻ വരുമ്പം ഭഗവതിയും വരും രക്ഷിക്കാൻ വേണ്ടി. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ തമ്മിൽ തല്ലുണ്ടാവുമ്പോഴാണ് ഇപ്പം തിരുമൂർത്തികൾ വരും. തിരുമൂർത്തികൾ വന്ന് ഇതിന് ഒരു സമാധാനം പറയുന്നത് എങ്ങനെ നമ്മൾ നിയന്ത്രിക്കണം, രണ്ടും ഉണ്ടല്ലോ, ഇതുമുണ്ട് അതുമുണ്ട്. അപ്പോൾ ഈ രണ്ടും ഉണ്ടായാൽ ഇത് രണ്ടും ചേർന്ന് എങ്ങനെ ജീവിക്കണം എന്നൊരു മാർഗം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച് അവർ ഒരു തീരുമാനത്തിൽ വരും. അപ്പോഴാണ് വിനായകനാണ് ഇതിന് പറ്റിയ ആൾ എന്ന് പറഞ്ഞ് ഈ അസ്ട്രോളജി ബേസ് എന്ന് പറയുമ്പം ഇതിൻ്റെ അധികാരം മുഴുവൻ എങ്ങനെ നടത്തണമെന്ന് നടത്തിക്കുന്ന മുഴുമുതൽ കടവുൾ എന്ന് പറയും. മുഴുമുതൽ കടവുൾ അതായത് ദൈവം, ഇതാണ് ആദ്യത്തെ എല്ലാത്തിനും മേലായ ദൈവമെന്നും പറഞ്ഞ് അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പം ഒരാണിനും ഒരു പെണ്ണിനും ചേരുമ്പം രണ്ടുപേരുടെ ജാതകം എങ്ങനെ പോകുന്നു, ഉപജയ സ്ഥാനത്തിൽ നിന്ന് വരുന്നവർ ഇവർക്ക് എങ്ങനെ സഹായിക്കുന്നു, കുടുംബങ്ങൾ എങ്ങനെ, രാഷ്ട്രീയം എങ്ങനെ, ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ എങ്ങനെ, നമ്മൾ വിദ്യാഭ്യാസം പഠിക്കുന്നിടത്ത് എങ്ങനെ, ഇതെല്ലാം പ്രത്യേകിച്ച് തനിത്തനിയായിട്ട് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഇതെല്ലാം നിയന്ത്രിക്കുന്ന കഴിവ് അവർ വിനായകന് കൊടുത്തു. വിനായകൻ ഇത് മുതൽ ഈ അസ്ട്രോളജി എല്ലാം ഒറ്റ ഒരു മനുഷ്യന് നോക്കി കറക്റ്റായിട്ട് പറയുന്നത് ഒരിക്കലും ശരിയായി വരത്തില്ല. അവരുടെ കൂട്ടത്തിൽ വരുന്നത് ചേർത്ത് തന്നെ നമ്മൾ നോക്കി പറയണം. അങ്ങനെ നോക്കുമ്പോഴാണ് തൃഷയുടെ ജാതകത്തിൽ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ എന്നുള്ള ഒരു വിധിയുണ്ട്. ഈ വിധി അനുസരിച്ചാണ് ഇങ്ങനെ വന്നത്. അപ്പം ഇനി നടക്കാൻ പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർക്ക് തലയിൽ കിരീടം കിട്ടി. പക്ഷേ ചിങ്ങരാശിയാണ് നമ്മൾ ചേർ കൊടുക്കുന്നത്. ചേർ കൊടുക്കുന്ന രാശി ഏതാണെന്ന് വെച്ചാൽ ആ രാശിയാണ് അവർക്ക് ജയിച്ചു. പക്ഷേ നമുക്ക് ഇനിയൊരു നോക്കണം. നമുക്ക് രണ്ടാമത്തെ നവാംശക ഘട്ടത്തിൽ അവിടെ ഒരു മുരുകൻ്റെ പടമുണ്ട്, സുബ്രഹ്മണ്യൻ്റെ പടമുണ്ട്. അധികാരം കൊടുക്കുന്നത് അവനാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മൾ മൊത്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഇത് പറയാം. ഇപ്പം ചേർ കൊടുക്കണമെങ്കിൽ ഒരു സൂര്യൻ ഇവരെ ചിങ്ങരാശിയിൽ ഇരിക്കണം, അവരെ ചേർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് രണ്ടും ഉണ്ടെങ്കിലും പോരാ, കാല് കൊടുക്കണം, കാല് പിടിച്ച് ഉറച്ച് നിൽക്കാനുള്ള കാല് കൊടുക്കണം. കാല് കൊടുത്തില്ലെങ്കിൽ അതെങ്ങനെയെന്ന് വെച്ചാൽ അത് ധനുരാശിയാണ്. ഈ 3 രാശിയും കൂടിക്കഴിഞ്ഞാലേ അവർക്ക് ഒരു രാഷ്ട്രീയം ഭരണം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം തൃഷയുടെ ജാതകം അനുസരിച്ച് നോക്കിയാൽ അവർ കിരീടം കൊടുത്തു. എന്നിട്ട് കാല് പിടിച്ച് നിൽക്കാന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുന്ന ചെങ്കോട്ടയൻ്റെ ജാതകത്തിലാണ്. ചെങ്കോട്ടയൻ്റെ ജാതകത്തിൽ അതുകൊണ്ട് കാല് പിടിച്ച് നിൽക്കാനുള്ള ഉറപ്പ് വരുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് തിരുമാവളവൻ്റെ ജാതകത്തിൽ സീറ്റ് അവർ കൊടുക്കാനുള്ളത്. തിരുമാവളവൻ വന്നു കഴിഞ്ഞിട്ടാണ് സീറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ആ രാഷ്ട്രീയത്തിൽ അത് തെരഞ്ഞെടുപ്പ് നമുക്ക് റിസൾട്ട് അറിയിക്കുന്ന ദിവസത്തിൽ ജയിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ മകരരാശിയിലാണ് നമുക്ക് ജയം ഇട്ടിരിക്കുന്നത്. രാശിഫലനിൽ മകരരാശിയിലാണ് ജയം കൊടുത്തിരിക്കുന്നത്. അപ്പം ജയം കൊടുക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് തൃഷയാണ്. അത് ശനിയും ഗുരുവും ചേർന്നിരിക്കുവാണെങ്കിൽ ഭരണമാറ്റം ഉണ്ടാകത്തില്ല. ആ സമയത്ത് 11-ാം തീയതി ബുധനും ഗുരുവും പരിവർത്തനയായി ശനിയോട് വന്ന് ചേരുകയാണ്. 9-ാം തീയതിയാണ് അവിടെ രാഷ്ട്രീയ ഇലക്ഷൻ ഉണ്ടായത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടായ ദിവസത്തിൽ ഭരണമാറ്റമില്ല. പക്ഷെ തമിഴ്നാട്ടിൽ 11-ാം തീയതി മുതൽ ഇവിടെ ഭരണമാറ്റം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് വന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് വരയ്ക്കും തന്നെയുള്ള റിസൾട്ട് വരും. അതുകൊണ്ട് ഭരണമാറ്റം വരാത്തത് കൊണ്ട് ആർക്കും മെജോറിറ്റി ഉണ്ടാവത്തില്ല. മെജോറിറ്റി ഇല്ലാതെ ഇങ്ങനെ പോയി. അപ്പോൾ ജയിക്കുന്നത് അന്ന് ആരാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ജയം വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ പോകും എന്ന് വെച്ചാൽ, ഇനി തൃഷ ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭരണം കണ്ടിന്യൂ ആയിട്ട് പോകും. തൃഷ വേണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആര് വേണമെന്ന് വെച്ചാൽ തിരുമാവളവൻ വേണം, ചെങ്കോട്ടയൻ വേണം. അപ്പോൾ ഇത് 3 ഓക്കെ ആയി. പക്ഷേ നമ്മൾ ജയിച്ചു എന്ന് ഒരാൾ റിസൾട്ട് കൊടുക്കണം. അത് കുംഭരാശിയാണ് കൊടുക്കേണ്ടത്. ഈ തിരുമാവളവൻ്റെ രാശി കുംഭരാശിയാണ്. പക്ഷേ സൂര്യൻ അവിടെയുണ്ട്. രാശി എന്ന് പറയുമ്പം അത് കുംഭരാശിയാണ്. ഇങ്ങനെ രാശി കുംഭരാശി ആയതുകൊണ്ട് തിരുമാവളവൻ ഒപ്പിട്ട ഉടനെ തന്നെ പുള്ളിക്കാരൻ മുഖ്യമന്ത്രിയായി. പക്ഷേ ഇവർക്ക് ടോട്ടലായിട്ട് വിധിയില്ല. പക്ഷെ മറ്റവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കുതിര ഉണ്ടാക്കി.
ഒരു ഒരു ഒറിജിനൽ കാലില്ലാത്ത ഒരു കുതിരയെ ഉണ്ടാക്കി ഓട്ടിക്കുകയാണ്. പക്ഷേ ഇവന്മാരെല്ലാവരും ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയം നന്നാവും. പക്ഷേ ഇതിൽ ആരെങ്കിലും വലത്തോട്ട് ഇടത്തോട്ട് പോയാൽ ഭരണം കാലുവാരി വീഴും. ഇപ്പോൾ തൃഷ ജാതകത്തിൽ കാലുവാരുന്ന ഇടത്തിൽ തൃഷ ഉണ്ട്, അതുപോലെ കിരീടം വെക്കുന്ന ഇടത്തും തൃഷ ഉണ്ട്. തൃഷ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവരുടെ ഭരണം കണ്ടിന്യൂ ആയിട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ലാതെ വിജയുടെ ജാതകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ചേഞ്ചുകൾ വരാൻ പോകുന്നുണ്ട്. ഇവിടെ തമിഴ്നാട്ടിൽ ഒരുപാട് ചേഞ്ചുകൾ വരാൻ പോകുന്നുണ്ട്. ഇനി മറ്റേ നാട്ടിലെല്ലാം ഇവർ ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അതൊക്കെ നടക്കത്തില്ല. അവിടെ വേറെങ്ങും ചെന്ന് അവർ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഉള്ള സപ്പോർട്ട് വേണം. അവിടെ ഉള്ള ആരുടെ സപ്പോർട്ട് ജാതകത്തിൽ അത് ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് വരും. അതല്ലാതെ ഈ രത്തൻ പണ്ഡിറ്റ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ എന്ത് ചെയ്യണം എന്ന് വെച്ച് ഒരു മനുഷ്യനെ ഉണ്ടാക്കി, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ബഹുമാനം പോയി ചേരുന്നത് രത്തൻ പണ്ഡിറ്റാണ്. അയാളാണ് എല്ലാം ചെയ്തു കൊടുത്തത്. ഒരു ജ്യോത്സ്യനെ കൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് അയാൾ നമുക്ക് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം.